ന്യൂസ് ടൈംസ് മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. വ്യാപക പ്രക്ഷോഭങ്ങൾക്ക് പിന്നാലെ ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിനെ പ്രഖ്യാപിച്ച് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ. സമാധാന നോബൽ ജേതാവ് മുഹമ്മദ് യൂനിസ് പ്രധാനമന്ത്രിയാകും. നിലവിൽ വിദേശത്തുള്ള യൂനിസ് ഉടൻ തന്നെ ബംഗ്ലാദേശിൽ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മന്ത്രിസഭയിലെ അംഗങ്ങളെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും തീരുമാനിക്കുക. അതേസമയം ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തന്നെ തുടരുകയാണ്. ഹസീനയ്ക്കെതിരെ ബംഗ്ലാദേശിൽ വന്നേക്കാവുന്ന കേസുകളിൽ നിന്ന് നിയമപരിരക്ഷ നൽകാനാവില്ല എന്ന് ബ്രിട്ടൻ വ്യക്തമാക്കിയതോടെയാണ് ഈ തീരുമാനം. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐഷുത്തുൽ ഷംനയാണ് ചേരുന്നത്. ഷംന, മറ്റു വിഷയങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ബംഗ്ലാദേശിലെ സർക്കാർ രൂപീകരണം, പ്രത്യേകിച്ച് മൊബൈൽ പുരസ്കാര ജേതാവ് കൂടിയായ മുഹമ്മദ് യൂനിസ് ഗ്രാമീണ ബാങ്കുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് ബംഗ്ലാദേശിന്റെ സാമ്പത്തിക പരിഷ്കരണത്തിൽ നിർണായകമായ സ്ഥാനം വഹിച്ച ആൾ എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ആ സർക്കാരിൽ ആരൊക്കെയായിരിക്കും ഭാഗമാവുക? ഏത് നിലയിലായിരിക്കും ഇടക്കാല സർക്കാരിന്റെ പ്രവർത്തനം എന്നത് സംബന്ധിച്ച ചർച്ചകൾ എങ്ങനെയാണ് ബംഗ്ലാദേശിൽ പുരോഗമിക്കുന്നത്? അഭിലാഷ്, വരും മണിക്കൂറിൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ചർച്ചകൾ തുടങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ചർച്ച നടക്കുക. തുടർന്നായിരിക്കും മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകുമെന്നത് സംബന്ധിച്ച് തീരുമാനമുണ്ടാവുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, നൊബേൽ ജേതാവായ യൂനിസിനെ പ്രധാനമന്ത്രിയാക്കുമ്പോൾ അതിൻ്റെ ആദ്യപടി എന്നോണം ബംഗ്ലാദേശിൽ വ്യാപകമായി ഉണ്ടായ പ്രക്ഷോഭത്തിന് ഒരു ഇളവ് വന്നിട്ടുണ്ട്, ഒരു അയവ് വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വർഷങ്ങളായി വീട്ടുതടങ്കലിൽ കഴിഞ്ഞിരുന്ന മുൻ പ്രധാനമന്ത്രിയെ മോചിതയാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഈ വ്യാപക പ്രതിഷേധങ്ങൾക്ക് ഒരു അയവുണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ മുഹമ്മദ് യൂനിസ് പ്രധാനമന്ത്രിയാകുന്നതോടെ ബംഗ്ലാദേശിൽ നിലനിൽക്കുന്ന ഈ ഒരു അന്തരീക്ഷം, വ്യാപകമായ പ്രതിഷേധങ്ങൾ, അതിന് ഒരു സമാധാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതും. എന്തായാലും ഈ ഇന്ത്യയിലുള്ള തുടരുന്ന ഹസീന അവരുടെ പോക്കിനെ ഈ എമിഗ്രേഷൻ അടക്കമുള്ള നിയമപ്രകാരം ഈ UK പുറത്തു നിന്ന്, ഈ ബ്രിട്ടന് പുറത്തു നിന്നൊന്നും ഈ അഭയം തേടാനുള്ള സാധ്യതകളെ സംബന്ധിച്ചുള്ള നീക്കങ്ങൾ, അത്തരം നിയമങ്ങൾ ഇല്ല UK-യിൽ. പ്രത്യേകിച്ച് പുറത്തു നിന്നുള്ള രാഷ്ട്രീയ അഭയം തേടണമെങ്കിൽ UK-ക്ക് അകത്തുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ നിയമം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ബ്രിട്ടൻ ഏകദേശം കൈയൊഴിഞ്ഞ മട്ടാണ്. മാത്രവുമല്ല, ഈ നിയമപരിരക്ഷ ഹസീനയ്ക്ക് നേരെ വരാൻ സാധ്യതയുള്ള കേസുകളിൽ നിന്ന് നിയമപരിരക്ഷ നൽകുന്ന കാര്യത്തിൽ ബ്രിട്ടൻ സഹായിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹസീന നിലവിൽ ഇന്ത്യയിൽ തുടരുകയാണ്. ഇത് എത്ര ദിവസം എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരമൊന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ കൂടി വരും ദിവസങ്ങളിലും കൃത്യമായി ഈ ഹസീനയ്ക്ക് എന്നാണോ ഇനി പോവാൻ കഴിയുന്നത് അതുവരെയും ഇന്ത്യയിൽ തന്നെ തുടരുമെന്നാണ് അറിയാൻ സാധിക്കുന്നതും. എന്തായാലും രാഷ്ട്രീയപരമായി ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇനി ആരൊക്കെയാണ് പ്രധാനമന്ത്രിയായി യൂനിസ് വരുന്നു, മന്ത്രിസഭ രൂപീകരിക്കുന്നു, ആ മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകുമെന്നത് സംബന്ധിച്ചുള്ളത് വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അത് വരും മണിക്കൂറുകളിൽ തന്നെ. ഞാൻ ഐഷത്തുൽ ഷംനയിലേക്ക് തിരികെ എത്തി. ഇപ്പോൾ